നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഏപ്രിൽ മാസം 12-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മധ്യപൂർവേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് LPG വിതരണവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ സർക്കാർ ഇപ്പോൾ കർശനമാക്കിയിരിക്കുകയാണ്. വിപണിയിലെ നിയന്ത്രണങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാനായിട്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് നടത്തിയ റെയ്ഡുകളിൽ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമായിട്ട് 322 സിലിണ്ടറുകൾ പിടിച്ചെടുത്തതായിട്ട് സിവിൽ സപ്ലൈസ് കമ്മീഷണർ അറിയിച്ചു. ഇതിനൊപ്പം തന്നെ രാജ്യത്തെ അടുക്കളകളിൽ വലിയൊരു മാറ്റത്തിന് കേന്ദ്ര സർക്കാർ തുടക്കമിടുകയാണ്. പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് PNG, അതായത് പൈപ്പ് ലൈനുകളൊക്കെ എത്തിയ പ്രദേശങ്ങളിൽ ഇനി മുതൽ LPG സിലിണ്ടറുകളുടെ വിതരണം അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാനാണ് തീരുമാനം. 2026 പുതുക്കിയ പെട്രോളിയം പ്രകൃതിവാതക നയപ്രകാരം പൈപ്പ് ലൈൻ സൗകര്യം ലഭ്യമായിട്ടും അത് ഉപയോഗിക്കാത്തവർക്ക് ഇനി സിലിണ്ടറുകൾ ലഭിക്കില്ല. PNG കണക്ഷനെക്കുറിച്ച് ഗ്യാസ് കമ്പനികളൊക്കെ തന്നെ ഔദ്യോഗിക അറിയിപ്പ് നൽകിയാൽ 3 മാസത്തിനുള്ളിൽ ഉപഭോക്താക്കൾ പുതിയ കണക്ഷനിലേക്ക് ഉടൻ മാറേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിലവിലുള്ള LPG കണക്ഷൻ അത് റദ്ദാക്കപ്പെടുന്നതാണ്. LPG സിലിണ്ടറുകളെയൊക്കെ അപേക്ഷിച്ച് സാമ്പത്തികമായിട്ടും അതോടൊപ്പം തന്നെ സുരക്ഷാപരമായിട്ടും നിരവധി നേട്ടങ്ങളാണ് PNG വാഗ്ദാനം ചെയ്യുന്നത്. സബ്സിഡി ഇല്ലാത്ത സിലിണ്ടറുകളെക്കാൾ 20 മുതൽ 30% വരെ കുറഞ്ഞ ചിലവിൽ ഇത് ലഭ്യമാകുന്നതാണ്. മാത്രമല്ല, ഉപയോഗിക്കുന്ന ഗ്യാസിന് മാത്രം പണം നൽകിയാൽ മതിയാകും. വായുവിനേക്കാൾ ഭാരം കുറഞ്ഞതായതിനാൽ തന്നെ ചോർച്ചയുണ്ടായാൽ വേഗത്തിൽ അന്തരീക്ഷത്തിൽ കലരുന്ന PNG വലിയ അപകട സാധ്യതകൾ ഒഴിവാക്കുന്നുണ്ട്. പൈപ്പ് ലൈൻ ജോലികൾ വേഗത്തിലാക്കാനായിട്ട് ഹൗസിംഗ് സൊസൈറ്റികൾക്കും അതോടൊപ്പം തന്നെ വില്ല അസോസിയേഷനുകൾക്കും സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ PNG വ്യാപകമാക്കുന്നതിലൂടെ മിച്ചം വരുന്ന LPG സിലിണ്ടറുകൾ സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനാണ് പെട്രോളിയം മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഈ പുതിയ മാറ്റം അത് വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നുണ്ടെങ്കിലും വികസിത രാജ്യങ്ങളിലെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഇന്ത്യയും ഇന്ധന സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. ഭക്ഷണം, ഷോപ്പിംഗ്, സിനിമകൾ, അതോടൊപ്പം തന്നെ ബില്ലുകൾ എന്നിവയ്ക്കായിട്ട് നിങ്ങൾ ഓരോ ദിവസവും പണം ചെലവഴിക്കുന്നു. എന്നാൽ നിങ്ങൾ ചിലവാക്കുന്ന ഓരോ രൂപയും നിങ്ങൾക്ക് എന്തെങ്കിലും തിരികെ നൽകിയാലോ? അതായത് വെറുതെ പണം ചിലവാക്കുന്നതിന് പകരമായിട്ട് ശരിയായിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ചിലവുകളെ റിവാർഡുകളായിട്ടും അതോടൊപ്പം തന്നെ ക്യാഷ് ബാക്ക് ആയിട്ടും ലൈഫ് സ്റ്റൈൽ ബെനിഫിറ്റ്സ് ആയിട്ടും ഒക്കെ തന്നെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. സ്മാർട്ട് ക്രെഡിറ്റ് കാർഡുകൾ പണമടയ്ക്കാൻ സഹായിക്കുക മാത്രമല്ല, കൂടുതൽ ലാഭിക്കാനും കൂടുതൽ സമ്പാദിക്കാനും അതോടൊപ്പം തന്നെ അമിത പരിശ്രമമില്ലാതെ നിങ്ങളുടെ ദൈനംദിന ജീവിതം തന്നെ മെച്ചപ്പെടുത്താനും ഏറെ സഹായിക്കും. IDFC ഫസ്റ്റ് ബാങ്ക് അതോടൊപ്പം തന്നെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളൊക്കെ തന്നെ ഇതിന് ഏറെ അനുയോജ്യമാണ്. IDFC ഫസ്റ്റ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ അതുവഴി നിങ്ങൾക്ക് ജോയിനിങ് ഫീസും അതോടൊപ്പം തന്നെ ആനുവൽ ഫീസും ഒന്നും തന്നെ നൽകേണ്ടതില്ല. കൂടാതെ ലൈഫ് ടൈം ഫ്രീ റിവാർഡ് പോയിന്റുകളും ഡൈനിങ്, ഷോപ്പിംഗ് അതോടൊപ്പം തന്നെ സിനിമകൾ എന്നിവയ്ക്കൊക്കെ തന്നെ 3 മടങ്ങ് വരെ റിവാർഡ് പോയിന്റുകളും ഒക്കെ തന്നെ ലഭിക്കുന്നതാണ്. സിനിമാ പ്രേമികൾക്ക് ടിക്കറ്റുകൾക്ക് 75% വരെ ഡിസ്കൗണ്ടും 1500-ലധികം റെസ്റ്റോറൻറ്റുകളിൽ 25% ഓഫും എയർപോർട്ട്, റെയിൽവേ ലോഞ്ച് സൗകര്യങ്ങളുമൊക്കെ തന്നെ, അതുപോലെ ഗോൾഫ് ആനുകൂല്യങ്ങൾ 45 ദിവസം വരെ പലിശരഹിതമായിട്ട് പണം പിൻവലിക്കാനുള്ള സൗകര്യമൊക്കെ തന്നെ ആസ്വദിക്കാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് വെൽക്കം ഗിഫ്റ്റ് വൗച്ചറുകളും ആദ്യത്തെ EMI ഇടപാടിനാകട്ടെ 5% ക്യാഷ് ബാക്കും 10 ലക്ഷം രൂപ വരെയുള്ള വ്യക്തിഗത അപകട ഇൻഷുറൻസ് പരിരക്ഷയുമൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് നിലവിൽ ഒരു IDFC കാർഡ് ഉണ്ടെങ്കിൽ അത് കോ ബ്രാൻഡഡ് ഓപ്ഷനുകളിലേക്ക് മാറ്റാനോ UPI പേയ്മെൻറ്റുകൾക്കായിട്ട് റൂപേ വേരിയൻറ്റിലേക്ക് ഡിജിറ്റൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാനൊക്കെ തന്നെ സാധിക്കും. സ്മാർട്ടായിട്ട് പണം ചിലവാക്കുന്നവർക്ക് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുകളും വളരെ ഉപയോഗപ്രദമാണ്. ആക്സിസ് എയർടെൽ റൂപേ ക്രെഡിറ്റ് കാർഡ് അത് എയർടെൽ ബില്ലുകൾക്കൊക്കെ 25% വരെ ക്യാഷ് ബാക്കും, ബിഗ് ബാസ്ക്കറ്റ്, സൊമാറ്റോ, സ്വിഗ്ഗി, സാംസങ് എന്നിവയ്ക്കൊക്കെ തന്നെ 10% ക്യാഷ് ബാക്കും കൂടാതെ ആക്സിസ് നിയോ കൂപ്പണുകൾ വഴി 40% വരെ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. ഇതിൽ UPI പേയ്മെൻറ്റ് സൗകര്യവും 4 സൗജന്യ എയർപോർട്ട് ലോഞ്ച് ആക്സസും ഒക്കെ തന്നെ ലഭ്യമാണ്. നിങ്ങൾ സിനിമയോ ഭക്ഷണത്തെയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആക്സിസ് മൈസോൺ ക്രെഡിറ്റ് കാർഡ് ഒരു മികച്ചൊരു ഓപ്ഷനാണ്. ഇതിൽ ഒരെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യമായിട്ട് ലഭിക്കുന്ന പ്രത്യേകിച്ചും സിനിമാ ടിക്കറ്റുകളും സ്വിഗ്ഗി, ഈസി ഡൈനർ എന്നിവ വഴിയൊക്കെ തന്നെ പ്രമുഖ റെസ്റ്റോറൻറ്റുകളിൽ 20% ഓഫും ഓരോ 200 രൂപ ചിലവാക്കുമ്പോഴും 4 റിവാർഡ് പോയിന്റുകളും നിങ്ങൾക്ക് ലഭിക്കും. ഇതിൻ്റെ ആനുവൽ ഫീസും വളരെ കുറവാണ്. പലപ്പോഴും
അത് ഒഴിവാക്കി നൽകുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള ചിലവിടലിനുള്ള ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ റിവാർഡുകളും ക്യാഷ് ബാക്കും ഒക്കെ തന്നെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്തുക. സോ ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും ലിങ്ക് നമ്മുടെ ബയോയിലുണ്ട്. കൂടാതെ അത് നിങ്ങളുടെ DM-ലും ഞാൻ അയച്ചു തരാം. IDFC CC ആക്സസ് CC ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതിയാകും. എന്തായാലും ഇപ്പോൾ തന്നെ നമ്മുടെ ബയോയിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും നൽകിയിട്ടുള്ള ലിങ്ക് നിങ്ങളെല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ തിരഞ്ഞെടുക്കുക. ലിങ്ക് ഇപ്പോൾ തന്നെ മറക്കാതെ പരിശോധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ ഉദ്യോഗാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ നൈപുണ്യ വികസന കോഴ്സുകളൊക്കെ തന്നെ ചെയ്യുന്നവർക്കും ആശ്വാസമേകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുടെ 2 ഗഡുക്കളുടെ വിതരണം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചു. വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതാണ്. മാർച്ച് 7-ന് മുൻപ് അപേക്ഷകൾ അപ്രൂവ് ആയവർക്കും ആദ്യ ഗഡു ലഭിച്ചവർക്കും ഇപ്പോൾ അടുത്ത 2 ഇൻസ്റ്റാൾമെൻറ്റുകൾ കൂടി വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഫെബ്രുവരി 2-ാം വാരം മുതൽ അപ്രൂവായ അപേക്ഷകർക്കും ധനസഹായം എത്തി തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ വെരിഫിക്കേഷൻ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നവർക്ക് അടുത്ത ഗഡു മുതൽ തുക ലഭിച്ചു തുടങ്ങുന്നതാണ്. പ്രതിമാസം 1000 രൂപ വീതം ഒരു വർഷത്തേക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഈ പദ്ധതിയിൽ 5 ലക്ഷം പേർക്ക് വരെ അപേക്ഷിക്കാൻ സർക്കാർ ഇതിലേക്ക് സൗകര്യമൊരുക്കുന്നുണ്ട്. +2, ഡിഗ്രി, PG എന്നീ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും നൈപുണ്യ കോഴ്സുകളൊക്കെ തന്നെ ചെയ്യുന്നവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാം. ഇനി സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും സർക്കാർ ജോലിക്കായിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ പോലും ഒക്കെ തന്നെ അവർക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. വിവിധ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിൻ്റെയൊക്കെ തന്നെ കൺഫർമേഷൻ സ്ലിപ്പുകളൊക്കെ തന്നെ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ്. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് നിലവിൽ ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ഇപ്പോഴും സമർപ്പിക്കാൻ സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ ഏപ്രിൽ മാസത്തിലെ ഗഡുവായിട്ടുള്ള 1000 രൂപയുടെ വിതരണം, അതിന് ഔദ്യോഗിക നടപടികളൊക്കെ തന്നെ സർക്കാർ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനായിട്ടുള്ള പ്രാരംഭഘട്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായതായിട്ടും വരും ദിവസങ്ങളിൽ തന്നെ ഈ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തി തുടങ്ങുമെന്നുമാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT സംവിധാനം വഴിയാണ് തുക വിതരണം ചെയ്യുന്നത്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ പെൻഷൻ തുക നിലവിൽ ഭൂരിഭാഗം പേർക്കും ലഭിച്ചു കഴിഞ്ഞു. ഏപ്രിൽ മാസത്തെ വിതരണമാണ് ഇപ്പോൾ നടക്കാനായിട്ടിരിക്കുന്നത്. എന്നാൽ പദ്ധതിയിൽ പുതുതായിട്ട് പേര് രജിസ്റ്റർ ചെയ്ത് അപ്രൂവൽ ലഭിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഈ തുക അവരുടെ ആദ്യ ഗഡുവായാകും ക്രെഡിറ്റ് ചെയ്യപ്പെടുക. ഗുണഭോക്താക്കൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് അറിയുന്നതിനായിട്ട് സേവന പെൻഷൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ പെൻഷൻ ID, അതോടൊപ്പം തന്നെ ആധാർ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫയൽ നമ്പർ എന്നിവ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്താൽ തീർച്ചയായിട്ടും ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ തുക വരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ക്രെഡിറ്റ് ആകുന്നതൊക്കെ തന്നെ കൃത്യമായിട്ട് വായിച്ച് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. നിലവിൽ DBT സ്റ്റാറ്റസിൽ അടുത്ത ഗഡു വിതരണത്തിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നതിനാൽ തന്നെ വളരെ വേഗത്തിൽ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് ഈ തുക എത്തിച്ചേരുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ ഈ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. മെയ് മാസത്തെ വിഹിതം കൂടി ഈ പ്രാവശ്യം നമുക്ക് മുൻകൂറായിട്ട് വാങ്ങാനായിട്ട് സാധിക്കും എന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് AOY റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിച്ച് അവർക്ക് സാധാരണ ലഭിച്ചിരുന്ന 30 കിലോ അരിക്ക് പുറമെയായിട്ട് അടുത്ത മാസത്തെ വിഹിതം കൂടി ചേർത്ത് ആകെ 60 കിലോ അരി നിങ്ങൾക്ക് ഒരുമിച്ച് വാങ്ങാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ ആട്ടയും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ്. ഇതുപോലെ തന്നെ മറ്റെല്ലാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉടമകൾക്കും ഈ മാസം ഇരട്ടി ആനുകൂല്യങ്ങൾ കൈപ്പറ്റാവുന്നതാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് വിഷു ചന്തകളൊക്കെ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 13 സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ 1250 രൂപ വില വരുന്ന 16 ഇനങ്ങൾ അടങ്ങിയ പ്രത്യേക കിറ്റുകളും ചന്തകളിൽ ലഭ്യമാണ്. 1 കിലോ പഞ്ചസാര, 1/2 കിലോ വീതം ചെറുപയർ, വൻപയർ, കടല, 1 കിലോ ശർക്കരപ്പൊടി, ശബരി പായസം മിക്സ്, 100 മില്ലി നെയ്യ്, ജീരകം, കടുക്, 1 കിലോ പുട്ടുപൊടി അല്ലെങ്കിൽ അപ്പപ്പൊടി, ഉപ്പുപൊടി, ചിക്കൻ മസാല, ഗരം മസാല, 1 ലിറ്റർ വെളിച്ചെണ്ണ, 250 ഗ്രാം ചായപ്പൊടി എന്നിവയടങ്ങുന്ന 1250 രൂപ വില വരുന്ന കിറ്റ് 1001 രൂപയ്ക്കാണ് സപ്ലൈകോ വഴി എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുക. ഇതുകൂടാതെ സബ്സിഡി ഇതര വിഭാഗത്തിൽപ്പെട്ട 17 ഇനം സാധനങ്ങൾ വൻ വിലക്കുറവിൽ വാങ്ങാമെന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. ശനിയാഴ്ച ഏപ്രിൽ 11-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 45 രൂപ കൂടി 14,010 രൂപയിലും പവന് 360 രൂപ കൂടി 1,12,080 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി
ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.